അങ്ങനെ നമ്മൾ ഡേ 3 ഇവിടെ നീൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നീൽ ഐലൻഡിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴ ഇത്തിരി പ്രശ്നമായിട്ട് നിൽക്കുക. അത് കാരണം എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും അറിയില്ല. ഏതായാലും സ്കൂബ ഇവിടെ ഇല്ല. ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നോർമലി ഇവിടെ ഉണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇവിടെ മഴയൊക്കെ വന്നും പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല. ഏതായാലും നോക്കാം നീൽ ഐലൻഡിലെ വിശേഷങ്ങൾ ഇത് ഈ എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ നീൽ ഐലൻഡിലെ വാട്ടർ ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നീൽ ഐലൻഡിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സയ്യിദ് ദ്വീപ് എന്നാണ് പുതിയ പേര്. മോഡിജി അത് മാറ്റിയിട്ടുണ്ട്, സയ്യിദ് ദ്വീപ്. അപ്പോൾ ഈ സയ്യിദ് ദ്വീപിലെ വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം ഗ്ലാസ് ബോട്ടിംഗ് ആണ്. ഗ്ലാസ് ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ബോട്ടിൽ, ചെറിയ ബോട്ടിൽ ഡീപ് സീയിൽ പോയിട്ട് അവിടെ നിന്ന് ഗ്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഗ്ലാസ് ആയിരിക്കും. അതിലൂടെ നമുക്ക് സീ വ്യൂ കാണാനായിട്ടുള്ള മീൻ, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളെയൊക്കെ കാണാനായിട്ടുള്ള കടൽ ജീവികളെ കാണാനായിട്ടുള്ള അവസരമാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. അതാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് പറയുകയാണ്. അപ്പോൾ എന്താണ് ഗ്ലാസ് റൈഡ് എന്നുള്ളത് കാണിക്കാം. ഗ്ലാസ് ബോട്ട് റൈഡ് എന്താണെന്ന് കാണിക്കാം. ഗ്ലാസ് ബോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ താഴത്ത് ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഡീപ് സീയിൽ ചെന്നിട്ട് അവിടുത്തെ ഫിഷ്, അതുപോലെ തന്നെ കടൽജീവികളെല്ലാം കാണാനുള്ളൊരു സംവിധാനമാണ് ഈ ഗ്ലാസ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഡീപ് സീയിലേക്ക് പോകുന്ന പറയണം. അവിടെ ചെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതെല്ലാം കാഴ്ചകളുണ്ടെന്ന്. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ലൈഫ് ജാക്കറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ബാക്കിയൊന്നും പേടിക്കാനില്ല. അപ്പോൾ നമ്മൾ ഇതേ കാഴ്ച കാണുകയെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ താഴത്ത് ഗ്ലാസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതൊരു മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. ഈ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മളിത് കാഴ്ച കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു 20 അടി താഴ്ചയിലാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20 അടി താഴ്ചയിലെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കണ്ണുകൊണ്ട് ഐ കൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ഈ മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് പുറത്തുകൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് കാണാൻ പറ്റില്ല. അതാണ് അറിയാമല്ലോ. അപ്പം 20 അടി താഴ്ചയിലാണ് ഇപ്പോൾ ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. इसका ग्लास है टाइम पानी, अगर ऊपर से पानी आ गया तो नहीं करना है, अपने आप पानी इससे नुकसान है. ऐसे देख रहे हैं. അപ്പോൾ ഞങ്ങൾക്ക് സ്നോർക്കലിംഗ് എന്നുള്ള പരിപാടിയാണ്. അത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ആ ആക്ടിവിറ്റീസുള്ള മെയിനായിട്ട് പാടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ നാട്ടിൽ കാണുന്ന അക്വേറിയം ഫിഷിനെക്കാട്ടും വളരെ ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ കോറൽസ് ഈ പവിഴപ്പറ്റിയുള്ളതൊന്നും തൊടാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ട്. അത് ഇവിടുത്തെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ വളരെ കൃത്യമായിട്ട് പറയും. അവർ നിയമത്തെ വളരെയധികം ബഹുമാനിക്കുന്നവരാണെന്ന് തോന്നി. വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള സമുദ്ര ജീവികളാണ് ഈ കോറൽസ്. ഈ ലിവിങ് കോറൽസ് ദൂരെ നിന്ന് നമുക്ക് കാണാനേ സാധിക്കൂ, തൊടാൻ പാടില്ല. അൻഡമാനിൽ കോറൽസ് ശേഖരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. എയർപോർട്ടിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ തൊടാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും തോന്നില്ല. അങ്ങനെ ചെയ്യുന്നത് അത് അവയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അത് ശിക്ഷാർഹമൊന്നും മാത്രമല്ല, നമുക്ക് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് കാണുക, ആസ്വദിക്കുക, അതുമാത്രമാണ് നമുക്ക് ഇവിടെ അനുവദനീയമായിട്ടുള്ള കാര്യം. നമ്മുടെ അക്കൂരത്തിൽ ഇറങ്ങിയ ഒരു എഫക്റ്റ് ആയിരുന്നു. ഒരു അക്കൂരത്തിൽ നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ കാണുന്ന അക്കൂരത്തിൽ ഇറങ്ങിയ ഒരു പ്രതീതി. അപ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ സാധാരണ കരയിലുള്ള കാഴ്ചകളാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കാണാൻ പറ്റി, നിങ്ങളെ കാണിക്കാനും പറ്റി കടലിനടിയിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്. പവിഴപ്പുറ്റുകളും കോറൽസ്, കംപ്ലീറ്റ് കോറൽസ് ആണ്. ഇപ്പോൾ ഈ ആൻഡമാൻ്റെ ഈ പ്രദേശം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് കടലാണെങ്കിൽ ശരി, കടലിൻ്റെ അടിയിലത്തെ കാഴ്ചകളാണെങ്കിൽ ശരി, എന്തെല്ലാം തരത്തിലുള്ള അക്വേറിയം ഫിഷസാണ്. അപ്പം കളർഫുള്ളായിട്ടുള്ള അക്വേറിയം ഫിഷസ് ഒരുപാട് നമ്മൾ കണ്ടു ഇല്ലേ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നിങ്ങളും എൻജോയ് ചെയ്യുക. ഒരു കാലത്ത് വെക്കേഷന് ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരിക. അപ്പോൾ ഡീപ് സീ സ്കൂബ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡീപ് സീ ചെയ്തില്ല. ഇവിടുന്ന് തന്നെ ടോപ്പിൽ നിന്നിട്ടുള്ള കാഴ്ച. ഐലൻഡ് അഥവാ സയ്യിദ് ദ്വീപ്. സയ്യിദ് ദ്വീപിൽ വന്നിട്ട്
കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ കണ്ടു. അതിനുശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നാച്ചുറൽ ബ്രിഡ്ജ്. ഇവിടെ അടിപൊളി കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നതാണ് പറഞ്ഞു. ഗൈഡുണ്ട്, ഒരു ഗൈഡ് ആദ്യം പോകുന്നുണ്ട്. പുള്ളി നമ്മളെ കൊണ്ടുപോയി അദ്ദേഹം എന്തൊക്കെ കാഴ്ചകളാണ് കാണിക്കണമെന്ന് നോക്കാം. ഇതാണ് ഇവിടെ ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഒരു പാലം പോലെ, ബ്രിഡ്ജ് പോലെ ഇരിക്കുന്നത്. നാച്ചുറൽ ബ്രിഡ്ജ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമ്മൾ നീൽ ഐലൻഡ് അഥവാ സയ്യിദ് ദ്വീപിൽ വന്നിട്ട് ആദ്യം പോയത് ഭരത്പൂർ ബീച്ചിലേക്കാണ്. അവിടെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നത് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ മഡ് ശരിക്കും ചെളിയല്ല, മഡല്ല, ഇത് ഡെഡ് ആയിട്ടുള്ള കോറൽസ് ആണ്. നമുക്ക് ലൈവ് കോറൽസ് കാണാം. ലൈവായിട്ടുള്ള കോറൽസ് അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ ഈ ലൈറ്റ് അടിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ഒന്നുമല്ല, ഇതിൻ്റെ കോറലിൻ്റെ കളറാണ്. കോറൽ എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ് ഈ കളർ. അത് ഈ വെള്ളത്തിൽ ഇങ്ങനത്തെ കളർ വരില്ലല്ലോ. നമുക്ക് കാണാം 3 ലെയർ കളർ കാണാം ഈ കടലിൽ. അതിപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ കോറലിൻ്റെയാണ് ഈ കളർ. ഇവിടെ ഈ കടൽ തീരത്ത് പാറ പോലെ കാണുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ പാറയല്ല, അത് പവിഴപ്പുറ്റുകൾ കൊണ്ട് തീർത്ത പവിഴപ്പാറകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഭൂമിയിലെ വൈവിധ്യമായതും മനോഹരമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ് ഈ പവിഴപ്പുറ്റുകൾ. കടൽ തീരത്തോട് ചേർന്ന ആഴം കുറഞ്ഞ കടലിലാണ് ഇതുപോലെ ഇവയെ കാണപ്പെടുന്നത്. വിവിധതരം ഒച്ചുകൾ, മത്സ്യങ്ങൾ, ചെറിയ സസ്യങ്ങൾ, കടൽക്കുതിര തുടങ്ങിയ ലക്ഷക്കണക്കിന് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പവിഴപ്പുറ്റുകൾ. ഇങ്ങനെ ഏറ്റവും വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന പവിഴപ്പുറ്റുകളും പവിഴപ്പാറകളും കടലിലെ മഴക്കാടുകളെന്ന് പറയാറുണ്ട്. നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കടൽപ്പരപ്പിൻ്റെ 1% വരുന്ന ഈ പവിഴപ്പാറകളിൽ സമുദ്രത്തിലെ 25% ജീവജാലങ്ങളും അധിവസിക്കുന്നു എന്നുള്ളതാണ്. കടൽ തീരം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് ഇവ വഹിക്കുന്നുണ്ട്. അതുപോലെ സുനാമി പോലുള്ള വലിയ തിരമാലകളുടെ ശക്തമായ പ്രഹരം മൂലം പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നു. കൂടാതെ ഈ സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യങ്ങൾ ആഹാരമാക്കുന്നതിലൂടെ പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നു. പിന്നെ കടലിൽ തള്ളുന്ന പ്ലാസ്റ്റിക്, കപ്പലുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഓയിൽ, മനുഷ്യൻ അക്വരത്തിൽ ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഈ പവിഴപ്പുറ്റുകൾ ശേഖരിക്കൽ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പവിഴപ്പുറ്റുകൾ നാശം സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ താപനിലയിലുള്ള വ്യത്യാസം, കടൽജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ എന്നിവയും ഈ പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ഇവിടുന്ന് അറിഞ്ഞു. ഏതായാലും കടൽ തീരം ഇത്രയധികം സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഇവയ്ക്കുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ള കാര്യം നമ്മളെ ശരിക്ക് അത്ഭുതപ്പെടുത്തുന്നു. ഇവിടെ വരുമ്പോഴാണ് ശരിക്ക് ഈ കോറൽസിനെ കുറിച്ചുള്ള ഇത്രയും നമുക്ക് അറിവ് കിട്ടുന്നത്, കോറൽസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അവരുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതെല്ലാം. ഇപ്പോൾ ഈ ബീച്ചിൽ മുഴുവൻ കോറൽസാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചത്തുപോയ കോറൽ. ഇതൊന്നും ലിവിങ് കോറലല്ല, ചത്തുപോയ കോറലാണ് ഈ കാണുന്നത്. റോക്ക് കോറൽ പാറാന്ന് വിചാരിക്കും, പക്ഷേ ഭയങ്കര ഷാർപ്പാണ്. പക്ഷേ ലിവിങ് കോറലല്ല. ലിവിങ് കോറൽ നമ്മളവിടെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ നീൽ ഐലൻഡ് അഥവാ സയ്യിദ് ദ്വീപിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മടങ്ങാണ്. മടക്കം ഗവൺമെൻറ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്ന ചെറിയ ക്രൂസിലായിരുന്നു. വൈകുന്നേരം മടക്കം സർക്കാർ ബോട്ടിലാണ്. അതായത് ഇവിടുത്തെ കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. കോറൽ ഐലൻഡും അതുപോലെ തന്നെ നാച്ചുറൽ ബീച്ച് എല്ലാം വളരെ കൃത്യമായിരുന്ന കാഴ്ചകൾ. പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടി. പിന്നെ വാട്ടർ ആക്ടിവിറ്റീസും അടിപൊളിയായിരുന്നു. പോർട്ടറിലെ അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലാണ്. അടുത്ത ദിവസത്തെ കാഴ്ചകളുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ. ഇൻഫർമേഷൻ കൂടി പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം. വേറൊന്നുമല്ല, നമ്മൾ നീൽ ഐലൻഡിൽ നിന്ന് പോർട്ട് ബ്ലെയർ വരെ എത്താനായിട്ട് 2 മണിക്കൂർ ജേണിയുണ്ട്. അത് C3 റഫായിരുന്നു നമ്മൾ വരുമ്പോൾ. അപ്പോൾ
പറയാനുള്ള കാര്യം, സർക്കാർ ഷിപ്പാണിത്. ഈ സർക്കാർ ബോട്ടിൽ നിന്ന് നമ്മൾ കയറിയപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് ഒരു സീ സിക്നസ് ഉണ്ടായിരുന്നു. വേവ്സിൽ അടിച്ചിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. വോമിറ്റ് ചെയ്യാൻ പലരും വോമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ള ചെറിയ ഒരു ഇൻഫർമേഷൻ, ഇത് എക്കണോമിക് ആണ്, റേറ്റ് വളരെ കുറവാണ്, സർക്കാരിൻ്റെ ആണ് ഇത്. ഞങ്ങൾക്ക് 4 പേർക്ക്, ഫാമിലി 4 പേർക്ക് അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട് 2800 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതേസമയം പ്രൈവറ്റ് ക്രൂയിസ് ആണെങ്കിൽ, നമ്മൾ അങ്ങോട്ട് പോയത് നോട്ടിക്ക ക്രൂയിസാണ്. ആ ക്രൂയിസിൽ 4800 രൂപയായി. പക്ഷേ നല്ല കംഫർട്ടായിരുന്നു യാത്ര, കിടക്കാനും. അതുപോലെ തന്നെ നല്ല AC, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചായ എല്ലാം, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ പൈസ അല്പം വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ നല്ല യാത്രയായിരിക്കും പ്രൈവറ്റ് ക്രൂയിസിൽ. സർക്കാരിൻ്റേതായ പരിമിതികൾ ഉണ്ട്, പൈസ കുറവാണെന്നുള്ള ഒരു ഗുണവുമുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ബാരട്ടാങ് ഐലൻഡിലെ അത്ഭുത കാഴ്ചകളുമായി എത്തുന്ന അടുത്ത വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടാം. ഗുഡ് ബൈ.